ഓപ്ഷൻ ക്ലിയറൻസ് റേറ്റ് ആണ് ടിപ്പിക്കലായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. കാരണം നമുക്ക് അറിയാൻ പറ്റും 100 പ്രോപ്പർട്ടി ഓപ്ഷൻ ഇട്ടപ്പോൾ അതിൽ ആകെ വിറ്റുപോയേക്കുന്നത് 50 എണ്ണമാണെങ്കിൽ അത് 50% എന്റെ ഓപ്ഷൻ ക്ലിയറൻസ് റേറ്റ്. അപ്പോൾ 50 വിറ്റ് പോയിട്ടില്ല അർത്ഥം. ഓക്കെ, 50 ഓപ്ഷൻ വിറ്റ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ബയറിന്റെ ഒരു സെന്റിമെന്റ്സ് മനസ്സിലാക്കണമെങ്കിൽ ഓപ്ഷൻ ക്ലിയറൻസ് റേറ്റ് നോക്കിയാൽ മതി. എങ്ങനെയാണ് പക്ഷെ ലാസ്റ്റ് വീക്കിൽ ഓപ്ഷൻ ക്ലിയറൻസ് റേറ്റ് മുകളിലേക്കാണ് പോയത്. ഓക്കെ, വി ഡോണ്ട് നോ, ദർ ഈസ് കഴിഞ്ഞ ആഴ്ച ഒരു സ്പെഷ്യൽ വീക്ക് ആയിരുന്നു. അതെന്ന് വെച്ചാല് SMSFന്റെ ലോൺ എടുക്കാൻ പറ്റുന്നതിന്റെ മേടിക്കാൻ പറ്റുന്നതിന്റെ ലാസ്റ്റ് വീക്ക് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് ചിലപ്പോ ലാസ്റ്റ് വീക്ക് സ്പെഷ്യൽ വീക്ക് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും കൂടിയിരിക്കുന്ന ഗസ് നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത ആഴ്ചയും അതിന്റെ അടുത്ത ആഴ്ചത്തെ ഓപ്ഷൻ ക്ലിയറൻസ് റേറ്റ് കണ്ടാൽ അറിയാം ട്രെൻഡ് എങ്ങനെയാ മനസ്സിലാവും. ട്രെൻഡ് മിക്കവാറും താഴേക്ക് തന്നെ ആയിരിക്കും എന്നാണ് എന്റെ ഊഹം. അല്ലാണ്ട് വിക്ടോറിയയിൽ മാത്രമായിട്ട് 60% വരെ എത്തി എന്ന് പറയുന്നത്. അപ്പൊ വിൽ സി, നെക്സ്റ്റ് വീക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ ക്ലിയറൻസ് സിഡ്നി മെൽബൺ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഉണ്ടാകും. മെൽബണിൽ 627 പ്രോപ്പർട്ടീസ് ഓപ്ഷൻ കയറി, ബ്രിസ്ബെയിനിൽ 164, അഡലേഡ് 110, സിഡ്നിയിൽ 520. ഏറ്റവും കൂടുതൽ ഓപ്ഷൻ നടക്കുന്നത് മെൽബണിലാണ്. അതിൽ 64% സക്സസ് റേറ്റ് ഉണ്ട്. ഓക്കെ, വിച്ച് ഈസ് എ ഗുഡ് നമ്പർ, ഇറ്റ്സ് എ വെരി ഗുഡ് നമ്പർ. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അത് അടുത്ത ആഴ്ച കുറഞ്ഞേക്കാം. പക്ഷെ വിനോണോ അടുത്ത ആഴ്ചക്ക് 2 ദിവസം ബാക്കിയുള്ളൂ. അപ്പോൾ അത് കാണാം നമുക്ക്. ലാസ്റ്റ് വീക്കിൽ 62 ആയിരുന്നു, കുറച്ചുകൂടി കയറി 64 ആയി. ഇവിടെ 60 കുറച്ച് കുറഞ്ഞു, സിഡ്നിയിൽ കുറച്ച് കുറഞ്ഞു. സെയിം ടൈം ലാസ്റ്റ് ഇയറിൽ 75% ഓപ്ഷൻ ക്ലിയറൻസ് റേറ്റ് ഉണ്ടായിരുന്നു. 75%. മീഡിയം ഡേയ്സ് ഓൺ മാർക്കറ്റ് ആക്ച്വലി ഡേയ്സ് ഓൺ മാർക്കറ്റ് പറഞ്ഞാൽ വിൽക്കാനെടുക്കുന്ന ദിവസങ്ങളിലാണ് കൂടി വരികയാണ്. 20 ദിവസം ഉള്ളത് 30 ദിവസമായി. ഇതൊക്കെ നാഷണൽ ആണ്. നാഷണൽ എന്ന് വെച്ചാൽ പെർത്തിൽ ചിലപ്പോൾ 20 ദിവസങ്ങളിൽ വിറ്റ് പോകും. അതേസമയം മെൽബണിൽ ചിലപ്പോൾ 40 ദിവസം വിറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഇങ്ങനെ കൂടി നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഓടി പോയി മേടിക്കാൻ പറ്റിയ സമയമാണെന്ന് വിചാരിക്കണ്ട. കാരണം ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്. ഡിസ്കൗണ്ട് ആക്ച്വലി താഴേക്കാണ് വരുന്നത്. അത് എന്ന് വെച്ചാല് -4 -5 ആയിരിക്കണം. അതായത് ഡിസ്കൗണ്ട് കുറച്ച് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. -3 -4 അത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. റോളിംഗ് ക്വാർട്ടർലി ചേഞ്ച് ഇൻ ഡെർലിംഗ് വാലീസ് താഴേക്ക് തന്നെയാണ്. 3 month ചേഞ്ച് ഇൻ ഡെർലിംഗ് വാലീസ് ടാസ്മാനിയ, റീജിയണൽ ടാസ്മാനിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയയും ഒഴിച്ച് ബാക്കി എല്ലാ റീജിയനിലും NSW, വിക്കും, ക്യൂൻസ്ലാൻഡ് എല്ലായിടത്തും ബാക്കിലേക്കാണ് പോകുന്നത്.